അപ്പോൾ ഇനി ഇന്ത്യയിൽ പാസ്പോർട്ട്, അതായത് പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയേ അല്ല. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഐറ്റമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാം. ലൈസൻസ് ഒരു പൗരത്വ രേഖ തെളിയിക്കാനുള്ള എന്തെങ്കിലുമാണോ? ഒരിക്കലുമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പോലീസ് പിടിച്ചാൽ കാണിക്കാനുള്ള സാധനം മാത്രം, വണ്ടി ഓടിക്കാനുള്ള ഒരു ഐറ്റം മാത്രമായിട്ട് നമ്മളെ രാജ്യം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി പോട്ടെ, നമ്മൾ ആധാർ എടുത്തു നോക്കാം. ആധാറിൻ്റെ അവസ്ഥ എന്താ? ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം എടുക്കാനുള്ള ഒരു ഐറ്റം മാത്രമായി മാറി. ആധാർ നിങ്ങളെ പൗരത്വം തെളിയിക്കുന്ന സാധനമൊന്നുമല്ല, കേട്ടല്ലോ. ഇനി അതുപോട്ടെ, ഇനി പാൻ കാർഡ് എടുത്ത് നോക്കും. പാൻ കാർഡിൻ്റെ അവസ്ഥ എന്താ? പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു ഐറ്റം മാത്രം, അല്ലെങ്കിൽ ലോൺ എടുക്കാനുള്ള ഒരു സാധനം മാത്രമായിട്ടാണ് പാൻ കാർഡിനെ ഇപ്പം നമ്മൾ ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്. ഇനി വോട്ടേഴ്സ് ഐ ഡി എടുത്തു കഴിഞ്ഞാലോ വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള സാധനമായിട്ട് മാറിയിട്ടുണ്ട് വോട്ടേഴ്സ് ഐ ഡി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പൗരത്വം അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ BJPയുടെ അംഗത്വ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്നാൽ ആരോ ഒരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ദുരന്തറിൻ്റെ മൂവി കണ്ടതിൻ്റെ ടിക്കറ്റിൻ്റെ ബാക്കി പീസ് ഉണ്ട്, ചിലപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് നാട്ടിൽ പൗരത്വം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കേരള സ്റ്റോറി ആണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യനാണെന്ന് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾക്ക് ഇപ്പം വിലയില്ല. സത്യം പറഞ്ഞിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇത്രയും നമ്മുടെ, അതായത് നമ്മളെ പറ്റി പറയുമ്പം തന്നെ ഈ ചിരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നില്ല. ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലമല്ലേ, ആ അവസ്ഥയിൽ ഊളിക്കൊണ്ടിരിക്കുന്ന ഒരു പോളിസീസാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണാധികാരികൾ മൊത്തത്തിൽ പെടുത്തോണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ പാസ്പോർട്ടുമായിട്ട് ഈ ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിങ്ങൾ വിചാരിച്ചോ, അവിടുന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടു, നിങ്ങൾ ഏത് നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പാസ്പോർട്ട് ഞാൻ ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ പറയും, അല്ലെ നിങ്ങളെ രാജ്യത്ത് തന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾ അവിടുത്തെ സിറ്റിസൺ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് കാണിച്ചിട്ട് എന്ത് ഉറപ്പിലാണ് നിങ്ങളെ ഇന്ത്യൻ ആണെന്ന് പറയാം? ഇത് ഇന്ത്യക്കാർ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ നമ്മുടെ എന്താ പറയുക അവിടുത്തെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ തന്നിട്ടുള്ള വെറും ഒരു സാധനമല്ലേ എന്ന് ആൾക്കാർ ചോദിക്കാം. പിന്നെ ഇതിനോടൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ത്യക്കകത്ത് പോലും നമുക്ക് ഇതൊരു പൗരത്വം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ടാണോ നമ്മൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പോയിട്ട് പൗരത്വം തെളിയിക്കുന്നത്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? BJP ഇങ്ങനത്തെ സാധനം, ഈ മാതിരി സാധനങ്ങളൊക്കെ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയും? നിങ്ങൾ കണ്ട അടുത്ത് തന്നെ പുതിയ വല്ല സാധനം വരും, പുതിയ വല്ല അംഗത്വം അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ പുതിയ വല്ല ഐറ്റം പൗരന്മാർ പുറത്തിറക്കും. അതെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ പല നൂലാമാലകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള മതത്തിനെ വരെ വിഭജിച്ചിട്ടുള്ള പരിപാടികളായിരിക്കും അതിൽ വരാൻ പോകുന്നത്. അതിലൊരു ഇന്ത്യക്കാരനും ഒരു നാനാത്വം, ഒരു സമത്വം, ഒരു ഏകത്വം അതിലുണ്ടാവില്ല. ചിലപ്പോൾ BJP മെമ്പർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വെറും കോമാളികളായിക്കൊണ്ടിരിക്കുക. ഇപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെറും കോമാളി കാണിക്കാനുള്ള സാധനം. ഇതിൻ്റെ ഇടക്കാണ് നമ്മുടെ തന്തന ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിലോട്ട് പോയത്. അങ്ങനെ ജിയുടെ കൂട്ടർക്കും തന്തനെ കിട്ടി. ഇസ്രായേലാണ് ഫാദർലാൻഡ് എന്ന് തീരുമാനിച്ചു. ഏതെങ്കിലും ആ തന്ത ജിയുടെ ഈ പറഞ്ഞ വെട്ടാവളിയന്മാരും അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് എടുത്താൽ മതി. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഇത്രയും കാലത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ പ്രസ്താവനകൾ അവിടെ പോയിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഫാദർലാൻഡ് ആക്കി പ്രഖ്യാപിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം, ഇത്രയും കാലം നമ്മൾ ഇതൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ ഇതൊന്നും സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് പോലും ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കപിൽ സിബിൽ എന്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വെച്ചത്. പുള്ളി അതും പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലോട്ട് പോകുന്നുണ്ട്. കാര്യമില്ല. ഏത് സുപ്രീം കോടതി, എന്ത് ഹൈക്കോടതി, ഏത് കോടതി, എല്ലാം നമ്മുടെ രാജ്യത്ത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പുഴുക്കളുടെ വില പോലും കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് അതൊരു ഫാസിസം അല്ലെങ്കിൽ ആ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള രാജ്യ ഭരണാധികാരികൾ വരുന്നത്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് പുഴുക്കളുടെ വില പോലും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതിൻ്റെ വില നിങ്ങൾക്കില്ല. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മറ്റേ എന്താ പറയുക ഈ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് കാണിക്കുന്നതിനുള്ള മറ്റ് തെളിവുകൾ ഈ പറഞ്ഞ സകല സാധനങ്ങളും കൊണ്ടുപോകണം. ഇന്ത്യ വിട്ടു പോകുമ്പോഴേ നിങ്ങൾ ഒരു സാധനം മാത്രം കയ്യിൽ വെക്കാമോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്ത് തന്നെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, ഞാൻ ഇന്ത്യക്കാരനല്ലെങ്കിൽ മറ്റാളെ അടിക്കും, നീ ഇന്ത്യക്കാരൻ എന്താ ഉറപ്പ്, നമ്മുടെ രാജ്യം തന്നെ പറഞ്ഞതല്ലാന്ന്. ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഈ സാധനങ്ങൾ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഇതല്ലാത്ത തന്തയുടെയും അല്ലെങ്കിൽ തള്ളയുടെയും വല്യപ്പൻ്റെയും വല്യമ്മൻ്റെ വരെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നാൽ പോലും ഇന്ത്യക്കാരനാണോ എന്ന് തെളിയുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ കട്ടിങ് അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങളെ വിഭജിക്കാൻ പോകുന്ന എന്തോ ഒന്ന് BJP പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമുക്ക് പൗരത്വം തെളിയിക്കാനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളും തെളിയിക്കാനുള്ള സാധനങ്ങളല്ല എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതെന്താണ് അടുത്തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ? നമ്മൾ എന്താ പറഞ്ഞ പോലെ ഈ NRC പോലെ അല്ലെങ്കിൽ CAA പോലത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം അതൊക്കെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു സാധനം അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പറഞ്ഞ രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ സീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പുതിയ ഒരു നിയമം പാസ്സാക്കാനുണ്ട് അല്ലെങ്കിൽ ഭരണഘടന വരെ മാറ്റി എഴുതി അതിൽ വേറെ വല്ലതും കുത്തിച്ചേർക്കേണ്ടി വരും.
ഈ ഹിന്ദു ആണെങ്കിൽ ഇത്ര സ്ഥാനം, താഴത്ത് മുസ്ലിം ക്രിസ്ത്യനാണെങ്കിൽ ഈ സ്ഥാനത്ത്, ഈ ലെവലിലൊക്കെ നമ്മുടെ രാജ്യത്തിന് വെട്ടിമുറിക്കപ്പെടും. അതിനുള്ള ഓരോ പരിപാടികളാണ്. എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും പാർട്ടികളെ പിളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും തൃണമൂലിനെ പോലത്തെ, ശിവസേനനെ പോലത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താൻ ട്രൈ ചെയ്യുന്നത് എന്തിനാണ്? ഒക്കെ ട്രൈ ചെയ്തിട്ട് മാക്സിമം 362 സീറ്റ് എന്നുള്ള രീതിയിലോട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇത്രയും സീറ്റും കൂടെ കൂട്ടിയിട്ട് പല നിയമങ്ങളും ഇപ്പം ഈ 2029 മുമ്പാർക്ക് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. കാരണം രാജ്യത്ത് ജനങ്ങളെതിരായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കയ്യിലുള്ളത് ഇമ്മാതിരി കോപ്രായ പരിപാടികളും പിന്നെ EVM-ഉം പിന്നെ മറ്റ് എന്താ പറയുക നമ്മുടെ SIR-ഉം പിന്നെ വോട്ടേഴ്സിന് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനൊക്കെ നമ്മുടെ കയ്യിലുള്ള, ഇതൊക്കെ വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജനങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്, ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കൂട്ടം സംഖ്യകളല്ലാത്തവരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എന്തോ വലിയ പ്ലാനിൻ്റെ ഒരു ബാക്കി പത്രം. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് പെട്ടെന്നൊരു പ്രസ്താവന നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വന്നത് എന്തിനാണ്? ഒന്നും ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ നടക്കാത്ത സമയത്താണ് ഈ ഒരു പ്രസ്താവന വന്നത്. ഈ കാര്യം മാത്രമല്ല, ഇനിയിപ്പം രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. അതുപോലും ചോദ്യം ചെയ്യപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല രീതിയിലോട്ടും ചിന്തകളെ, നമ്മുടെ ജനങ്ങളുടെ ചിന്തകളുടെ അവരുടെ ആശയങ്ങളെ തിരിച്ചുവിടണം. അതിനും കൂടെ വേണ്ടിയിട്ട് അതൊക്കെ നാണം കെട്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ സ്വന്തം രാജ്യത്ത് പോലും. ഞാനൊരു പൗരനാണെന്ന് പറയാനായി സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോരാ എന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്ത് പോലും ഇൻസെക്യൂർ ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പൗരൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്താണ് ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്നത് എന്നുള്ളത്, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് താഴത്ത് പിൻ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് പുതിയ ആശയങ്ങളുണ്ട്, ഇതിനായിരിക്കും ഇങ്ങനെ പല ചിന്തകളുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും വീഡിയോക്ക് തരിക. അടുത്തൊരു വീഡിയോയിൽ കാണാം.